Morning, dear students. I am here to start with our topics of first semester. We have to study anatomy and plant embryology for the first semester. And let us start with our anatomy topics. Anatomy എന്താണെന്ന് എല്ലാവർക്കും അറിയോ? എന്താ anatomy എന്ന് പറഞ്ഞാൽ? Study of internal structure of plants അല്ലേ? ഒരു പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ പഠനമാണ് അനാട്ടമി. Before entering into the topic, let us look what is a cell. As we all know, cell is the basic unit of life. All living organisms are composed of cells, and there are two types of cells, eukaryotic cell and prokaryotic cell. Bacterial cell is an example of prokaryotic cell, whereas all higher organisms have eukaryotic cell organization. ഇപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. രണ്ട് ടൈപ്പ് സെല്ലാണുള്ളത്, പ്രോകാരിയോട്ടിക് സെല്ലും യൂക്കാരിയോട്ടിക് സെല്ലും. ഇതാണൊരു ടിപ്പിക്കൽ പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ല് കാണുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്, ബാക്ടീരിയയ്ക്കും ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്കുമാണ്. ഇതെല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ പിക്ചറിൽ നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. ഈ സെല്ലിൻ്റെ ഔട്ട് സൈഡിൽ നിങ്ങൾക്ക് ഫ്ലജല്ല കാണാം അല്ലേ? ഫ്ലജല്ലയും ധാരാളം ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസും കാണാം. ഈ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസാണ് സീലിയ എന്ന് പറയും. ദീസ് ആർ ലോക്കോമോട്ടറി ഓർഗൻസ്. ഫ്ലജല്ല ആൻഡ് സീലിയ ആർ ലോക്കോമോട്ടറി ഓർഗൻസ്. ബാക്ടീരിയയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ആണ് ഫ്ലജല്ല. ഇനി സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കി എന്തൊക്കെയാണ് കാണുക? സെൽ ഹാസ് എ സെൽ വാൾ മേഡപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. പെപ്റ്റിഡോഗ്ലൈക്കാൻ മീൻസ് പെപ്റ്റിഡോ ഈസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കാൻ മീൻസ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ പ്ലാന്റിൻ്റെ സെല്ല് പോലെയല്ല, ബാക്ടീരിയയുടെ സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് peptide and carbohydrate, and hence the cell wall is called peptidoglycan cell wall. സെൽ വോൾ ആണ് ഏറ്റവും ഔട്ടർ കവറിങ്. പാത്തോജനിക് ബാക്ടീരിയയ്ക്കാണെങ്കിൽ, അതായത് ഡിസീസ് കോസിങ് ബാക്ടീരിയയ്ക്കാണെങ്കിൽ സെൽ വോളിൻ്റെ പുറത്തൊരു എക്സ്ട്രാ കവറിങ് കൂടിയുണ്ട്. അതാണ് ക്യാപ്സ്യൂൾ. ഇറ്റ്സ് എ മ്യൂസിലേജിനസ് കവറിങ് മേഡപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. എനിവേ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നൗ ജസ്റ്റ് ഇൻസൈഡ് ദി സെൽ വോൾ ദെയർ ഇസ് എ പ്ലാസ്മ മെംബ്രെയിൻ. ഏതൊരു സെല്ലിനുള്ളതുപോലെ സെൽ വോളിൻ്റെ ഉള്ളിലൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ദിസ് പ്ലാസ്മ മെംബ്രെയിൻ ഹാസ് ഫിംഗർ ഷേപ്ഡ് ഇൻഫോൾഡിങ്സ്. ഇതൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ ബ്രീഫ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ദെയർ ഇസ് എ ഫ്ലൂയിഡ് മാട്രിക്സ് ഇൻസൈഡ് ദി സെൽ കോൾഡ് സൈറ്റോപ്ലാസം. അപ്പോൾ സെല്ലിനെ ബൗണ്ട് ചെയ്തിട്ടൊരു സെൽ വോളും സെൽ മെംബ്രെയിനും ഉണ്ട്. ഈ സെൽ മെംബ്രെയിൻ എന്തിനെയാണ് എൻക്ലോസ് ചെയ്യുന്നത്? എ ഫ്ലൂയിഡ് മാട്രിക്സ് കോൾഡ് സൈറ്റോപ്ലാസം. And in the cytoplasm, what can we see? Nucleus ഉണ്ടോ ബാക്ടീരിയൽ സെല്ലിന്? No, there is no true nucleus, and instead of nucleus there is a circular and double-stranded DNA present attached to the cell membrane. ബാക്ടീരിയയുടെ DNA സർക്കുലർ ആണ്, റൗണ്ട് ആണ് അല്ലേ, ഇതിന് എൻഡില്ല. ഡബിൾ സ്ട്രാൻഡഡ് ആണ്, 2 സ്ട്രാൻഡ് വൈൻഡ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി ഈ DNA സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുക. DNA ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിട്ടില്ല. DNA ഇങ്ങനെ ബെയറായിട്ട് അല്ലെ, നേക്കഡായിട്ട് DNA സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ DNAയുടെ ഒരെൻഡ് എവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DNA കാണുന്ന ആ റീജിയനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുക. ഇനി അത് കൂടാതെ, അതായത് DNA കൂടാതെ ബാക്ടീരിയൽ സെല്ലിന് വേറെ എന്തൊക്കെയുണ്ട്? റൈബോസോംസ് ഉണ്ട്. 70S ടൈപ്പ് റൈബോസോംസ്. ഈ 70S എന്താണെന്ന് പിന്നീട് പറയാം കേട്ടോ. ആ റൈബോസോമിൻ്റെ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ്, അതിൻ്റെ ആ ഡെൻസിറ്റി വെച്ചിട്ടാണ് 70S 80S എന്ന് പറയുക. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ 70S ടൈപ്പ് റൈബോസോമാണ് ബാക്ടീരിയയ്ക്കുള്ളത്. സെൽ ഓർഗനൽസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ഇതൊന്നും തന്നെ ബാക്ടീരിയയ്ക്ക് ഇല്ല അല്ലേ. സെൽ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഒന്നുമില്ല. അപ്പോൾ ബാക്ടീരിയൽ സെല്ലിന് ആകെ ഉള്ളത് ഒരു സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNAയും റൈബോസോമുമാണ്. പിന്നെ അത് കൂടാതെ അതിൻ്റെ റിസർവ് ഫുഡും ഓയിൽ ഗ്ലോബ്യൂൾസും ഒക്കെ സെല്ലിൻ്റെ ഉള്ളിൽ കാണും.
ഇതാണൊരു പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ. ട്രൂ ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസും ഇല്ല. ഇനി യൂക്കാരിയോട്ടിക് സെല്ലാണെങ്കിലോ അതൊരു വെൽ ഡിഫൈൻഡ് സെല്ലാണ് അല്ലേ, ഒരു ബേസിക് യൂണിറ്റാണ് ലൈഫിൻ്റെ. യൂക്കാരിയോട്ടിക് സെല്ലിന് എന്തൊക്കെയാണുള്ളത്? സെൽ ഹാസ് ആൻ ഔട്ടർ മെംബ്രെയിൻ കോൾഡ് സെൽ മെംബ്രെയിൻ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ, ലിപ്പോ പ്രോട്ടീനേഷ്യസ് സെൽ മെംബ്രെയിൻ. ഇനി പ്ലാന്റ് സെല്ലിനാണെങ്കിലോ ഇൻ കേസ് ഓഫ് പ്ലാന്റ് സെൽ എ സെൽ വോൾ ഈസ് പ്രസൻറ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. എ സെൽ വോൾ ഈസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇപ്പോൾ പ്ലാന്റ് സെല്ലിനാണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് എന്ന് പറയുന്നത് സെൽ വോൾ ആയിരിക്കും. സെൽ വോളിൻ്റെ ഉള്ളിലാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണുക. അനിമൽ സെല്ലിനാണെങ്കിൽ സെൽ വോൾ ഇല്ല, ഒരു ലിമിറ്റിംഗ് മെംബ്രെയിൻ മാത്രമേ അനിമൽ സെല്ലിനുള്ളൂ, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ഇനി പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞു, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബാക്ടീരിയൽ സെൽ വോൾ. ബാക്ടീരിയൽ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? പെപ്റ്റിഡോ ഗ്ലൈക്കാൻ അല്ലേ. ബട്ട് പ്ലാന്റ് സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, CELLULOSE, സെല്ലുലോസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇനി സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണുള്ളത്? സൈറ്റോപ്ലാസം കൺസിസ്റ്റ് ഓഫ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്ത് കാണുക? DNA കാണുക. DNA സർക്കുലർ DNA അല്ല, അതൊരു ലീനിയർ DNA ആണ്. എൻഡ് ഉണ്ടല്ലേ, DNAക്ക് 2 എൻഡ് ഉണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് ഡബിൾ സ്ട്രാൻഡഡ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് പ്രോട്ടീൻസ് അല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം, സൈറ്റോളജിയിൽ പഠിക്കാം. അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA ഉണ്ട്. ന്യൂക്ലിയസ് കൂടാതെ എന്തൊക്കെ ഓർഗനൽസ് ആണ്? ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഓർഗനൽസ് എന്ന് വിളിക്കുക. എന്തൊക്കെ ഓർഗനലിലാണ് ഒരു യൂക്കാരിയോട്ടിക് സെല്ല് കാണുക? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോംസ് എക്സെട്ര. ഇത് കൂടാതെ റൈബോസോംസ് ഉണ്ട്. 80S ടൈപ്പും ഉണ്ട്, 70Sഉം കൂടെ ഉണ്ട്. 80S ആൻഡ് 70S. ഇതാണൊരു യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ. ദിസ് ഈസ് ദി ബേസിക് idea we have before entering into our topic. And for studying the anatomy of plant, we should have a basic idea about the structure of cell. Now, ഇതൊരു ടിപ്പിക്കൽ പ്ലാന്റ് സെല്ലാണ്. പ്ലാന്റ് സെല്ലിന് അനിമൽ സെല്ലിലില്ലാത്ത 2-3 സംഗതികളുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെല്ലുലോസിക് സെൽ വോളാണ് ഏറ്റവും പുറത്ത്. ആ സെൽ വോളാണ് പ്ലാന്റ് സെല്ലിന് ഒരു ഷേപ്പ് കൊടുക്കുക അല്ലേ, ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൊടുക്കുക സെൽ വോളാണ്. ഇത് കൂടാതെ എന്താ ഉള്ളത്? ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന പാരാമീസിയത്തിൻ്റെ ഷേപ്പിലിവിടെ കാണുന്ന ഈ സ്ട്രക്ചർ എന്താണ്? ഇറ്റ്സ് എ വാക്യൂൾ അല്ലേ. പ്ലാന്റ് സെല്ലിൻ്റെ 80% സ്ഥലവും കവർ ചെയ്യുന്നത് വാക്യൂളാണ്. വാക്യൂളിൻ്റെ പുറത്തായിരിക്കും എന്തൊക്കെ കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഗനൽസ് ആയിട്ടുള്ള ഗോൾജി അപ്പാരറ്റസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റൈബോസോമും ഇതൊക്കെ കാണുക എവിടെയാണ്? വാക്യൂളിൻ്റെ പുറത്താണ് അല്ലേ. യങ് സെല്ലിലാണെങ്കിൽ ചെറിയ വാക്യൂളായിരിക്കും, മെച്യൂർ സെല്ലിലാണെങ്കിൽ ഒരു വലിയ വാക്യൂൾ തന്നെ ഉണ്ടായിരിക്കും. എന്തിനാണ് ഈ വാക്യൂള്? വാക്യൂളിലാണ് പ്ലാന്റിൻ്റെ റിസർവ് ഫുഡും പിഗ്മെൻറ്റ്സ്, ചില പിഗ്മെൻറ്റ്സ് ആന്തോസയാനിൻ പോലുള്ള ചില പിഗ്മെൻറ്റ്സും എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും സെക്രീറ്ററി മെറ്റീരിയൽസും എല്ലാം സ്റ്റോർ ചെയ്യുക എവിടെയാണ്? വാക്യൂളിലാണ്. അപ്പോൾ ഈ പിക്ചറിനകത്ത് നിങ്ങൾക്കൊരു ബണ്ടിൽ പോലെ, നീഡിൽ പോലെ ചില സ്ട്രക്ചേഴ്സ് കാണാം. ഇത് കാൽഷ്യം ഓക്സാലേറ്റിൻ്റെ ക്രിസ്റ്റൽസാണ്. ചില പ്ലാന്റ്സ് തൊടുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. ഇത് കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസാണ് ഇച്ചിങ് ഉണ്ടാക്കുക. പിന്നെ ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നതും കാൽഷ്യം ഓക്സാലേറ്റ് ഡെപ്പോസിറ്റ്സ് ആണ്. ഇതുപോലെ കാൽഷ്യം ഓക്സാലേറ്റിൻ്റെയും കാൽസ്യം കാർബണേറ്റിൻ്റെയും ഡെപ്പോസിറ്റ്സും എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, എക്സ്ക്രീറ്ററി ആൻഡ് സെക്രീറ്ററി മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുക വാക്യൂളിൻ്റെ അകത്താണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിന് അഡീഷണൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്തൊക്കെയാണ്? എ സെൽ വോൾ, ദെൻ എ വാക്യൂൾ. ഇനി ഒരു സംഗതി കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ദി ക്ലോറോപ്ലാസ്റ്റ് അല്ലേ. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് ആണ്
സെൽ വോളിൽ അഡീഷണൽ ആയിട്ട് കാണുന്ന മറ്റൊരു ഓർഗനൽ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ? ഫോട്ടോസിന്തസിസ് ആണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ. ദെൻ കമ്മിങ് ടു ദ ടിഷ്യൂസ്. ഇപ്പോൾ സെൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് എ ടിഷ്യൂ. ഒരു കൂട്ടം സെൽസ് ആണ് ടിഷ്യൂ. എ ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് എയ്തർ സിമിലർ ടൈപ്പ് ഓഫ് സെൽ ഓർ ഡിസിമിലർ ടൈപ്പ് ഓഫ് സെൽ. ഇനി നോക്കൂ, എന്താ സിമ്പിൾ ടിഷ്യൂ? സിമ്പിൾ ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽ. ഒരേ തരം സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടിഷ്യൂ ആണ് സിമ്പിൾ ടിഷ്യൂ. അതിന് എക്സാമ്പിളാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പാരൻ കൈമ തിൻ വോൾഡ് ആയിരിക്കും, കോളൻ കൈമയും സ്ക്ലീറൻ കൈമയും തിക്ക് വോൾഡ് ആയിരിക്കും. സ്ക്ലീറൻ കൈമ ഡെഡ് സെല്ല് കൂടിയാണ്. പാരൻ കൈമയും കോളൻ കൈമയും ലിവിങ് സെൽസ് ആണ്. ഇനി എന്താ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സ് ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ. ഒന്നിലധികം ടൈപ്പ് സെല്ല് കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ടിഷ്യൂ ആണ് കോംപ്ലക്സ് ടിഷ്യൂ. ഇതും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, സൈലം ആൻഡ് ഫ്ലോയം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഐ ജസ്റ്റ് മെൻ ഫോർ ആൻ ഇൻട്രൊഡക്ഷൻ ബിഫോർ എൻറ്ററിങ് ഇൻ ടു അവർ അനാട്ടമി ടോപ്പിക്സ്. ഇതാണ് പാരൻ കൈമ സെൽസ്. തിൻ വോൾഡ് സെൽസ് ആണ് വിത്ത് large intercellular spaces. These are collenchyma cells with thickening, and the third one is sclerenchyma cell with extremely thickened cell walls. Next is tissue system. ഇപ്പോൾ സെല്ല് പറഞ്ഞു, ടിഷ്യൂ പറഞ്ഞു. ഇനി എന്താ ടിഷ്യൂ സിസ്റ്റം? എ ഹോമോജീനസ് ഓർ ഹെട്രോജീനസ് ടിഷ്യൂ. എന്താ ഹോമോജീനസ് ടിഷ്യൂ? A tissue composed of similar type of cell is called homogeneous tissue, and a tissue composed of different type of cell is called heterogeneous tissue. A homogeneous or heterogeneous tissue designed for doing a particular function is called a tissue system. അപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ടിഷ്യൂ. ഫോർ എക്സാമ്പിൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമിസ് അല്ലേ, നമ്മൾ സ്കൂളിൽ റൂട്ടിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ സെക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് കവറിങ് എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ? എപ്പിഡെർമിസ് ആയിരുന്നല്ലേ. എന്തിനാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം മീൻസ് ഈ എപ്പിഡെർമൽ റീജിയനിൽ എപ്പിഡെർമൽ സെൽസ് മാത്രമല്ല ഉള്ളൂ. എപ്പിഡെർമൽ സെൽസിന് പലപ്പോഴും പല പ്രൊജക്ഷൻസും കാണും. റൂട്ടിലാണെങ്കിൽ റൂട്ട് ഹെയർസ് കാണും, സ്റ്റെമ്മിലാണെങ്കിൽ സ്റ്റിങ്ങിങ് ഹെയർസ് കാണും, അതിൻ്റെ യൂണിസെല്ലുലാർ ഔട്ട് ഗ്രോത്ത് കാണും. അതുപോലുള്ള കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും കൂടെ ഈ എപ്പിഡെർമൽ ടിഷ്യൂസിനോട് അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. ഇതുകൊണ്ടാണ് ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുക. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. അതുപോലെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം കമ്പോസ്ഡ് ഓഫ്, സൈലം എന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ അല്ലേ, നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്ലോയം ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലുണ്ട് ഫ്ലോയത്തിൽ. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഫ്ലോയം ഫൈബേഴ്സ്, ഫ്ലോയം പാരൻകൈമ, കമ്പാനിയൻ സെൽസ് ആൻഡ് സീവ് എലിമെൻറ്റ്സ്. ഓക്കെ, അത് വിട്ടേക്കുക. അപ്പോൾ നമ്മൾ സെല്ലും ടിഷ്യൂവും ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കി. ഇനി നമുക്കൊരു പ്ലാന്റ് സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെൽ വോൾ മുതൽക്ക് തുടങ്ങാം. വാട്ട് ഈസ് എ സെൽ വോൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് wall of a plant cell which give the structural framework of the cell. അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ പ്ലാന്റ് സെല്ലിന് ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ കൊടുക്കുന്നത് സെൽ വോളാണ്. I just read the points. Cell wall of plant is made up of a polysaccharide called cellulose. നമ്മൾ പറഞ്ഞാണല്ലേ, സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്. എന്താ പോളിസാക്രൈഡ്? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ പോളിസാക്രൈഡ്? Polysaccharide is made up of more than one or several units of monosaccharide അല്ലേ. It's a polymer of monosaccharide. So polysaccharide is a polymer of monosaccharides. ഇവിടെ സെല്ലുലോസ് എന്തിൻ്റെ പോളിമറാണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോണോമറിൻ്റെ പോളിമറാണ് സെല്ലുലോസ്. എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സെല്ലുലോസ് എന്ന് പറയുന്ന പോളിസാക്രൈഡ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കാണാം ഒരു സെല്ലുലോസ് ഫൈബറിൽ. സെല്ലുലോസ് ഒരു ഫൈബറാണ് അല്ലേ.
നാരുകളെന്ന് നമ്മൾ പറയില്ലേ, ഇതാണ് സെല്ലുലോസ്. നമ്മുടെ ചെടിയിലും ഇപ്പോൾ വെണ്ടയ്ക്കയിലൊക്കെ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. പ്ലാന്റ് സെൽസിൽ കൂടുതലും കാണുന്നത് സെല്ലുലോസാണ്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് അബണ്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഓർ ദി മോസ്റ്റ് അബണ്ടൻറ്റ് സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് എന്ന് പറയാം സെല്ലുലോസ്. സെല്ലുലോസിന് സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഫങ്ഷൻ പ്ലാന്റ് സെല്ലിന് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതൊരു സ്റ്റോറേജ് പോളിസാക്കറൈഡ് അല്ല, സ്ട്രക്ചറൽ പോളിസാക്കറൈഡാണ്. ദ ഫൈബർ ഓഫ് സെല്ലുലോസ് ഈസ് എംബഡഡ് ഇൻ ആൻ അമോർഫസ് മാട്രിക്സ് കോൾഡ് ക്രിസ്റ്റലൈൻ മാട്രിക്സ്. അപ്പോൾ ഈ സെൽ വോളിൽ സെല്ലുലോസ് എങ്ങനെയാണ് കാണുക? സെൽ വോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അമോർഫസ് ആയിട്ടുള്ള മാട്രിക്സ്. അമോർഫസ് മീൻസ് നോട്ട് എ ലിക്വിഡ് ഓർ എ സോളിഡ്. അങ്ങനെയുള്ള ഒരു കോൺസിസ്റ്റൻസി ഉള്ള മെറ്റീരിയൽസിനെയാണ് അമോർഫസ് എന്ന് പറയുക. ഒരു അമോർഫസ് ആയിട്ടുള്ള മാട്രിക്സിൽ കുറേ ഫൈബേഴ്സ് ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്, എംബഡ് ചെയ്തിരിക്കുകയാണ്. എന്ത് ഫൈബേഴ്സ്? സെല്ലുലോസ് ഫൈബേഴ്സ്. ഒരു ക്രിസ്റ്റലൈൻ മാട്രിക്സിൽ ധാരാളം സെല്ലുലോസ് ഫൈബേഴ്സ് ഇങ്ങനെ എംബഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് സെൽ വോൾ കാണുക. ഇനി ഈ മാട്രിക്സിൽ സെല്ലുലോസിനെ കൂടാതെ മറ്റ് ചില പോളിസാക്കറൈഡ്സ് കൂടെ ഉണ്ട്. ഹെമി സെല്ലുലോസും പെക്റ്റിനും. ഹെമി സെല്ലുലോസും ഒരു പോളിസാക്കറൈഡാണ്. പക്ഷേ നമ്മൾ ഗ്ലൂക്കോസിൻ്റെത് പറഞ്ഞ പോലെ സെല്ലുലോസിൻ്റെ പറഞ്ഞ പോലെ സെല്ലുലോസിൻ്റെ മോണോമർ എന്താണെന്ന് പറഞ്ഞു? ഗ്ലൂക്കോസ് അല്ലേ. സെല്ലുലോസിന് ഒരു മോണോമറിക് യൂണിറ്റേ ഉള്ളൂ, അത് ഗ്ലൂക്കോസാണ്. ബട്ട് ഹെമി സെല്ലുലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ മോണോസാക്കറൈഡ്സ് ലൈക്ക് സൈലാൻസ്, മാനാൻസ് എക്സെട്ര. ധാരാളം ഒരു 6-7 മോണോസാക്കറൈഡ്സ് ചേർന്ന ഒരു പോളിസാക്കറൈഡാണ് ഹെമി സെല്ലുലോസ്. സൈലാൻസ്, മാനാൻസ്, അരാബിനോസ് എക്സെട്ര. ദീസ് ആർ ദി മോണോസാക്കറൈഡ്സ് ഫൗണ്ട് ഇൻ ഹെമിസെല്ലുലോസ്. ഇങ്ങനെയുള്ള മോണോസാക്കറൈഡ്സിൻ്റെ ധാരാളം യൂണിറ്റ്സ് ചേർന്നുണ്ടായിട്ടുള്ളൊരു ഫൈബറാണ് ഹെമിസെല്ലുലോസ് ഫൈബർ. ആൻഡ് പെക്റ്റിൻ ഈസ് എ കോമ്പൗണ്ട് കമ്പോസ്ഡ് ഓഫ് കാൽസ്യം പെക്റ്റേറ്റ് ആൻഡ് മാഗ്നീഷ്യം പെക്റ്റേറ്റ്. അപ്പോൾ സെൽ വോളിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. സെൽ വോളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കാണുന്നത്? സെല്ലുലോസ് ഫൈബേഴ്സ്, ഹെമിസെല്ലുലോസ് ഫൈബേഴ്സ് ആൻഡ് പെക്റ്റിൻ എംബഡഡ് ഇൻ ആൻ അമോർഫസ് മാട്രിക്സ് അല്ലേ. ഇതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് സെല്ലിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. പ്ലാന്റ് സെല്ലിൻ്റെ ഷേപ്പ് എന്താണ്? ആംഗുലാറാണ് അല്ലേ. ആംഗിൾസ് ഉണ്ട്. ഇതിപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഹെക്സഗണലായിട്ടുള്ള സെൽസാണ്. ഇതിൽ നിങ്ങൾ യെല്ലോ കളറിൽ കാണുന്ന റിങ്സ് ഉണ്ട്. യെല്ലോ കളറിൻ്റെ ഔട്ട്സൈഡിൽ ബ്രൗൺ കളറിൽ കാണുന്ന റിങ്സും ഉണ്ട്. ദീസ് ആർ നോട്ട് റിങ്സ് ബട്ട് സെൽ വാൾ. നമ്മൾ പറയാൻ വരുന്നത് നെയ്ബറിങ് സെൽസ്, അതായത് അടുത്തടുത്തുള്ള സെല്ലുകളുടെ ഇടയ്ക്ക് കാണുന്ന സിമെൻറ്റിങ് മെറ്റീരിയലിനെ കുറിച്ചാണ്. ഈ ഐഡിയ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇഷ്ടികകൾ ചേർത്ത് വെച്ചൊരു മതിൽ കെട്ടുകയാണെന്ന് വിചാരിക്കുക. ഒരു ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ഒരു സെല്ലാണെന്ന് വിചാരിക്കുക. ഇത് പരസ്പരം ചേർത്ത് വെക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് സിമെൻറ്റ് വെക്കും അല്ലേ. അതുപോലെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ബ്രൗൺ കളറിൽ കാണുന്ന ഹെക്സഗണൽ റിങ്സ് സെൽസാണ്, ഓരോ സെൽസാണ്. ഈ രണ്ട് സെല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന സിമെൻറ്റിങ് മെറ്റീരിയലാണ് യെല്ലോ കളറിൽ കാണുന്നത്. അങ്ങനെ ഓരോ സെല്ലിൻ്റെയും ഇടയ്ക്ക് ഈ സിമെൻറ്റിങ് മെറ്റീരിയലുണ്ട്. എന്താണ് ഈ സിമെൻറ്റിങ് മെറ്റീരിയൽ? ഇതിനാണ് മിഡിൽ ലാമെല്ല എന്ന് വിളിക്കുക. മിഡിൽ ലാമെല്ല ഇസ് കമ്പോസ്ഡ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം പെക്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ സെൽ വോളിൽ പെക്റ്റിൻ കാണുമെന്ന് പറഞ്ഞല്ലോ. ഈ പെക്റ്റിൻ കാണുന്നത് ഇവിടെയാണ്. എവിടെ? മിഡിൽ ലാമെല്ലയിൽ. അപ്പോൾ മിഡിൽ ലാമെല്ല എന്താണ്? ഇറ്റ് ഈസ് ദി സിമെൻറ്റിങ് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സെൽസ്. രണ്ട് അടുത്തടുത്ത് കാണുന്ന സെല്ലുകളുടെ ഇടയ്ക്കുള്ള ഗ്ലൂ ആണല്ലേ, ഒട്ടിച്ചു വയ്ക്കുന്ന ഒരു സിമെൻറ്റിങ് മെറ്റീരിയലാണ് മിഡിൽ ലാമെല്ല. മിഡിൽ ലാമെല്ലയുടെ അകത്താണ് ഒരു സെല്ലിൻ്റെ സെൽ. ഇപ്പോൾ ഇതൊരൊറ്റ സെല്ലാണ്. ഇതിന് സ്വന്തമായിട്ടുള്ളത് ഈ മിഡിൽ ലാമെല്ലയുടെ ഉള്ളിൽ കാണുന്ന ബ്രൗൺ കളറിലുള്ള സെൽ വോളാണ്. മിഡിൽ ലാമെല്ല അടുത്തടുത്ത് കാണുന്ന സെൽസിന് കോമൺ ആയിട്ടാണ്. അപ്പോൾ ഈ മിഡിൽ ലാമെല്ല ഈ രണ്ട് സെൽസിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. മിഡിൽ ലാമെല്ല ഈസ് കൊളോയിഡൽ ആൻഡ് ഇനാക്റ്റീവ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ അല്ലേ.
It is a mixture of solid and liquids where the solid cannot be separated from liquid. പാല് പോലെ ഒരു കൊളോയിഡാണ്. ലിക്വിഡും ഉണ്ട്, ഡിസോൾവ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസും ഉണ്ട്. പക്ഷെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കൊളോയിഡൽ ഫോമിലുള്ളൊരു മെറ്റീരിയലാണ് മിഡിൽ ലാമെല്ല. Now coming to the structure of plant cell wall. On both sides of the middle lamella, cell wall of adjacent cells can be seen. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത്. മിഡിൽ ലാമെല്ല രണ്ട് സെല്ലിൻ്റെ ഇടയ്ക്ക് കോമൺ ആയിട്ട് കാണുന്ന സിമെൻറ്റിങ് മെറ്റീരിയലാണ്. സെൽ വോൾ ഹാസ് 2 layers, പ്രൈമറി ലെയർ ആൻഡ് സെക്കൻഡറി ലെയർ. അപ്പോൾ സെല്ലുലോസിക് സെൽ വോൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഈ സെൽ വോളിന് എത്ര ലെയർ ഉണ്ട്? 2 ലെയറുണ്ട്, പ്രൈമറി ലെയറും സെക്കൻഡറി ലെയറും. യങ് ആൻഡ് തിൻ wall cells has only primary wall or primary layer. Primary wall is made up of cellulose fibrils embedded in a matrix of hemicellulose and pectin. യങ് സെൽസിന് പ്രൈമറി വോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. യങ് സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂലി ഫോംഡ് സെൽസ്, വളരെ യങ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ടിഷ്യൂസിലാണ് ഈ യങ് സെൽസ് ഉണ്ടാകുക. ഈ യങ് സെൽസിന് എങ്ങനെയുള്ള വാൾ മാത്രമേ ഉള്ളൂ? പ്രൈമറി വാൾ മാത്രമേ യങ് സെൽസിൽ ഉണ്ടാവുള്ളൂ. പ്രൈമറി വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ഫൈബേഴ്സ് എംബഡഡ് ഇൻ എ മാട്രിക്സ് with hemicellulose and pectin. Primary wall is elastic and can grow in thickness and area. പ്രൈമറി വാളിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെറിയ സെല്ലിന് എൻലാർജ് ചെയ്യാൻ പറ്റും, വലുതാവാൻ പറ്റും. അപ്പോൾ സെല്ല് വലുതാകുമ്പോൾ അതിൻ്റെ സെൽ വോളും ഒപ്പം വലുതാവണം ഇല്ലേ? ഇല്ലെങ്കിൽ എന്ത് പറ്റും? സെൽ വോൾ ബേസ്റ്റ് ചെയ്യും, പൊട്ടിപ്പോവും. പ്രൈമറി സെൽ വോൾ ഒരിക്കലും പൊട്ടില്ല. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് എലാസ്റ്റിക്, അതിന് വലുതാവാൻ പറ്റും. ഈ വലുതാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം. ഈ സെൽ വോളിൻ്റെ ഇടയ്ക്ക് വോൾ മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിഷൻ രണ്ട് ടൈപ്പ് ഡെപ്പോസിഷൻ ഉണ്ട്. അത് നമുക്ക് ഈ സ്ട്രക്ചർ പറഞ്ഞതിന് ശേഷം പറയാം. ഗ്രോത്ത് ഓഫ് സെൽ വോൾ. അപ്പോൾ പ്രൈമറി സെൽ വോൾ ഈസ് എലാസ്റ്റിക് ആൻഡ് ക്യാൻ ഗ്രോ ഇൻ തിക്നെസ് ആൻഡ് ഏരിയ. ഏരിയ വലുതാകുമെന്ന് വെച്ചാൽ സെല്ലിൻ്റെ സർക്കംഫറൻസ് കൂടുക എന്നാണ് അർത്ഥം. സെല്ല് വലുതാവുകയാണ്. അതുപോലെ തിക്നെസ്സും കൂടാൻ പറ്റും. പ്രൈമറി സെൽ വോളിന് തിക്നെസ്സും കൂടാം, ഏരിയയും കൂട്ടാം. ഇത് രണ്ടിനും കപ്പാസിറ്റി ഉള്ളതാണ് പ്രൈമറി സെൽ വോൾ. അത് ഫ്ലെക്സിബിളാണ്. ചേഞ്ച് ഇൻ ദി തിക്നെസ് ഓഫ് പ്രൈമറി സെൽ വോൾ മേ ബി എയ്തർ റിവേഴ്സിബിൾ ഓർ റിവേഴ്സിബിൾ. Then comes the secondary cell wall. Secondary cell wall is seen in mature cells and non-living cells. ഇപ്പോൾ മെച്യൂർ ആയിട്ടുള്ളത്, വളർച്ച നിന്ന് കഴിഞ്ഞാൽ മെച്യൂർ ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള സെല്ലിലാണ് സെക്കൻഡറി സെൽ വോൾ കാണുക. ഇറ്റ് ഈസ് തിക്ക് ആൻഡ് ക്യാൻ പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി സെൽ വോൾ. ദിസ് wall is formed only after the primary cell wall has completed its growth and elongation. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? പ്രൈമറി സെൽ വോളിന് വളരാൻ പറ്റും. ആ വളർച്ചയുടെ പ്രോസസ്സ് കംപ്ലീറ്റായി, സ്റ്റേബിളായി ഗ്രോത്ത്. അപ്പോൾ ആ സെല്ലിൻ്റെ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഫേസ് മെച്ചുറേഷൻ ഫേസാണ്. ഈ മെച്ചുറേഷൻ ഫേസിലാണ് സെക്കൻഡറി സെൽ വോൾ ഫോം ചെയ്യുക. അപ്പോൾ സെക്കൻഡറി സെൽ വോൾ എങ്ങനെയുള്ളതാണ്? എക്സ്ട്രീംലി തിക്ക് വോൾഡാണ്. സെക്കൻഡറി സെൽ വോൾ ഹാസ് 3 layers. സെക്കൻഡറി സെൽ വോളിന് 3 ലെയറുണ്ട്. ട്രൈ ലാമിനാർ ഓർഗനൈസേഷൻ എന്ന് നമുക്കിനെ പറയാം. സെക്കൻഡറി സെൽ വോൾ ഈസ് മേഡ് അപ്പ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് ലിഗ്നിൻ, സ്യൂബറിൻ ആൻഡ് വാക്സ്. ഈ 3 മെറ്റീരിയലും, ലിഗ്നിൻ, സ്യൂബറിൻ ആൻഡ് വാക്സ്, 3 മെറ്റീരിയലും ദീസ് ആർ ഇംപെർമിയബിൾ ടു വാട്ടർ. വെള്ളം കടത്തി വിടുന്നതല്ല, എക്സ്ട്രീംലി ഹൈഡ്രോഫോബിക്കാണ്. അപ്പോൾ സെക്കൻഡറി സെൽ വോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് ഡെഡ് ആവുകയാണ്. കാര്യം എന്താ? സെക്കൻഡറി സെൽ വോൾ ഒന്നിൻ്റെയും എൻട്രൻസിനെ അനുവദിക്കില്ല. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ ഓർ സൊല്യൂട്ട്സ്. Let us see how the different layers are organized in a cell wall. ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ക്രോസ് സെക്ഷൻ നമ്മളതിനെ കുറുകെ മുറിക്കുകയാണ്. ഏറ്റവും പുറത്ത് കാണുന്ന ലൈറ്റ് ബ്ലൂ കളേർഡിൽ കാണുന്ന റിങ് മിഡിൽ ലാമെല്ലയാണ്. അത് 2 നെയ്ബറിങ് സെൽസിന് കോമൺ ആയിട്ട് കാണുന്ന മെറ്റീരിയലാണ് മിഡിൽ ലാമെല്ല. ഈ മിഡിൽ ലാമെല്ലയുടെ ജസ്റ്റ് ഇന്നർ സൈഡിലായിട്ടൊരു യെല്ലോ കളറിലുള്ള റിങ് കാണാം. ദാറ്റ് ഈസ് ദ പ്രൈമറി സെൽ വോൾ.
യെല്ലോ ഓർ ഓറഞ്ച് കളർഡ് പ്രൈമറി സെൽ വോളാണത്. ഇനി കാണുന്നത് ഒരു ഗ്രീൻ കളറിലെ റിങ്ങാണ്, ഫോളോഡ് ബൈ എ ബ്രൗൺ കളർഡ് ആൻഡ് വെരി തിക്ക് ലെയർ, ഫോളോഡ് ബൈ എ ലൈറ്റ് ഗ്രീൻ കളർ ഫ്ലൂറസൻ ഗ്രീൻ കളേർഡ് ലെയർ. ഈ 3 ലെയറും ചേർന്ന്, അതായത് ദിസ് വൺ ഇസ് മാർക്ക്ഡ് as secondary wall, the brown layer and the yellow layer. ഈ 3 ലെയറും ചേർന്നതാണ് സെക്കൻഡറി സെൽ വോൾ. ഇനി ആ സെൽ വോളിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കൂ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൊരു ഡയഗ്രമാണ്. അതായത് മിഡിൽ ലാമല്ലയുടെ മിഡിൽ ലാമല്ലയുടെ അകത്ത് പ്രൈമറി വോൾ. ആ പ്രൈമറി വോളിൽ കണ്ടോ സെല്ലുലോസ് ഫൈബർ ബോത്ത് ഡയറക്ഷനിൽ ഹെലിക്കലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ഡയറക്ഷനിലും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒരു റെറ്റിക്കുലേറ്റ് മാനറിലാണ് സെല്ലുലോസ് ഫൈബേഴ്സ് എംബഡ് ചെയ്തിട്ടുള്ളത് മാട്രിക്സിൽ. ഇനി ഈ ഗ്രീൻ കളർഡ് ലെയർ നോക്കുക. ഇതൊരു സെക്കൻഡറി സെൽ വോളിൻ്റെ 3 ലെയറുകളിൽ ഒന്നാണ് ഈ ഗ്രീൻ കളർഡ് ലെയർ, ഫോളോഡ് ബൈ ദിസ് ബ്രൗൺ കളർഡ് ലെയർ ആൻഡ് ദെൻ ദിസ് ലൈറ്റ് ഗ്രീൻ കളർഡ് ലെയർ. ഈ 3 ലെയറും സെക്കൻഡറി സെൽ വോളിൻ്റെ ആണ്. ഈ ലെയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കും. സെല്ലുലോസ് ഫൈബറിൻ്റെ ഓർഗനൈസേഷൻ ആണല്ലേ, അതിൻ്റെ ഓർഗനൈസേഷൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. 3 സെൽ വോളല്ല, സെക്കൻഡറി സെൽ വോളിൻ്റെ 3 ലെയറുകളിലും സെല്ലുലോസ് ഫൈബറിൻ്റെ ഓർഗനൈസേഷൻ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. നോക്ക്, ഇതിനകത്ത് സ്പൈറൽ അറേഞ്ച്മെൻ്റ് ആണ്, ബട്ട് ദ ആംഗിൾസ് ആർ ഗ്രേറ്റർ അല്ലേ, വലിയ ആംഗിൾസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയറിലാണെങ്കിൽ പാരലൽ അറേഞ്ച്മെൻ്റ് ആണ്, മൂന്നാമത്തതിലാണെങ്കിൽ റെറ്റിക്കുലേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെല്ലുലോസ് ഫൈബേഴ്സ്. അപ്പോൾ ഇങ്ങനെ 3 ലെയേഴ്സാണ് സെക്കൻഡറി സെൽ വോളിലുള്ളത്. അപ്പോൾ ഇത്രയും ലെയറുകൾ വളർന്നു കഴിയുമ്പോഴേക്കും ആ സെൽ വോളിനകത്തുള്ള ക്യാവിറ്റി, അതിൻ്റെ ലൂമൻ വളരെയധികം ചെറുതായി പോവാണ്. ഈ കാണിച്ചിട്ടുള്ള ക്രോസ് സെക്ഷനിൽ ഏറ്റവും ഇൻറ്റീരിയറിൽ കാണുന്ന ഡാർക്ക് ബ്ലൂ കളർ റീജിയൻ മാത്രമാണ് ആ സെല്ലിൻ്റെ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ സെൽ ക്യാവിറ്റിക്കുള്ളിലാണ് വാക്യൂളും ന്യൂക്ലിയസും ഓർഗനൈഡ്സും എല്ലാം കാണുക. അപ്പോൾ ഒരു മെച്യൂർ സെല്ലിൻ്റെ സെൽ വോളിന് അത്രയ്ക്ക് തിക്നെസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Now let us see what is a plasmodesmata. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സെൽ വോൾസ് മിഡിൽ ലാമല 2 സെല്ലിന് കോമൺ ആണ് അല്ലേ, നെയ്ബറിങ് സെൽസിന് കോമൺ ആയിട്ടുള്ള ലെയറാണ് മിഡിൽ ലാമല. അത് കഴിഞ്ഞാൽ ഓരോ സെല്ലിനും സ്വന്തമായിട്ടൊരു പ്രൈമറി വോളുണ്ട്, സെക്കൻഡറി വോളുണ്ട് അല്ലേ. സെക്കൻഡറി വോളും മെച്യൂർ സെൽസിന് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ പ്രൈമറി വോളും സെക്കൻഡറി വോളും ഒക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലാന്റ് സെല്ല് എക്സ്ട്രീംലി തിക്കുണ്ടാവും. അതിന് തൊട്ടടുത്ത സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെയാവും അല്ലേ. കാര്യം എന്താ, നമ്മൾ പറഞ്ഞു സെക്കൻഡറി സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് ഇംപെർമിയബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് സ്യൂബറിൻ, ലിഗ്നിൻ, വാക്സ് എക്സെട്ര. ഇങ്ങനെ ആയാൽ ഒരു സെല്ല് ഒറ്റപ്പെട്ടു പോകും അല്ലേ. അതിന് നെക്സ്റ്റ് സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് സോള്യൂട്ട്സും മിനറൽസും ഫുഡും അതിൻ്റെ ഇമ്പൾസസും പല സംഗതികളും പാസ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ വേണമല്ലോ, ഒരു കണക്റ്റിംഗ് ചാനൽ വേണം. ഈ കണക്റ്റിംഗ് ചാനലിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയ്ബറിങ് സെൽസിൻ്റെ മിഡിലുള്ള സെൽ വോൾ, അതായത് അടുത്തടുത്ത് കാണുന്ന സെൽസിൻ്റെ ഇടയ്ക്കുള്ള സെൽ വോളിൽ ചെറിയ പോഴ്സ് കാണും, ഓപ്പണിങ്സ്. ഈ ഓപ്പണിങ്സിനെയാണ് പിറ്റ് എന്ന് വിളിക്കുക. സെൽ വോൾ കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് പോഴ്സ് കോൾഡ് പിറ്റ്. ത്രൂ ദിസ് പിറ്റ്സ് strands of cytoplasm passes from one cell to another. വൺ സെല്ലാണെന്ന് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് നോട്ട്സ് എഴുതണം. അപ്പോൾ 2 സെല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന സെൽ വോളിൽ ചെറിയ സുഷിരങ്ങൾ കാണാം അല്ലേ, പോഴ്സ് കാണാം, ദ്വാരങ്ങൾ കാണാം. ഈ പോഴ്സിനെയാണ് പിറ്റ് എന്ന് വിളിക്കുക. പിറ്റിൽ കൂടെ ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ ത്രെഡ് പോകുന്നുണ്ട്, ഒരു സ്ട്രാൻഡ് പോകുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിന് പറയുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ. ത്രൂ പ്ലാസ്മോഡെസ്മേറ്റ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്. അപ്പോൾ അടുത്തടുത്തുള്ള സെൽസ് ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്ലാസ്മോഡെസ്മേറ്റയിൽ കൂടെയാണ്. ഇതാണ് പിറ്റ്.
രണ്ട് സെല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഒരു കണക്ഷൻ ഇവിടെ ലേബൽ ചെയ്തിട്ടുള്ളതാണ്. ലേബൽ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള റീജിയൻസാണ് പിറ്റ് എന്ന് പറയുന്നത്. ഈ ചെറിയ സ്പോട്ട് പോലെ കാണുന്നത് പിറ്റാണ്. നമ്മളതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ കാണാം. The green color represents the cell wall, and in between the cell wall we can see that there is a opening or a channel. അല്ലേ, ഈ ചാനലിനെയാണ് എന്ത് പറയുക? പിറ്റ്. പിറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ബ്ലൂ കളറിലെ സ്ട്രാൻഡ്, ഇതാണ് പ്ലാസ്മോഡെസ്മേറ്റ. വൈറ്റ് കളറിൽ കാണുന്ന റീജിയൻ എന്താ? ദിസ് ഈസ് വാക്യൂൾ. അല്ലേ, യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത് മാത്രമാണ് പ്രോട്ടോപ്ലാസം, വിച്ച് encloses the nucleus and all the cell organelles. അപ്പോൾ ഒരു സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസം തൊട്ടടുത്ത സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക. വാക്യൂളുമായിട്ട് കണക്ഷനൊന്നുമില്ല. പ്രോട്ടോപ്ലാസമാണ് അതിൻ്റെ ലിവിങ് ആയിട്ടുള്ള മാറ്റർ. അവിടെയാണ് ന്യൂക്ലിയസ് കാണുന്നത്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്ന ആരോ ഹെഡുള്ള ലൈനാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റ കണക്ട് ചെയ്യുന്നത് രണ്ട് അഡ്ജസൻറ്റ് സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് പ്ലാസ്മോഡെസ്മേറ്റ. ഇപ്പോൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പ്ലാസ്മോഡെസ്മേറ്റ വഴി മിനറൽസ്, സോല്യൂട്ട്സ്, അതിൻ്റെ മെസ്സേജസ് ഇതിനെല്ലാം പാസ് ചെയ്യാം. അപ്പോൾ ഈ പാത്വേക്ക് പറയുന്ന പേരാണ് സിംപ്ലാസ്റ്റിക് പാത്വേ. ഇത് കൂടാതെ സെൽ വോളിൽ കൂടെയും പാസ് ചെയ്യാൻ പറ്റും. എന്തിന്? വാട്ടറിന് സെൽ വോളിൽ കൂടെ പാസ് ചെയ്യാം. ഇതിനെ പറയുന്നത് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്നാണ്. അപ്പോപ്ലാസ്റ്റിക് മീൻസ് ഡെഡായിട്ടുള്ള സെൽ വോളിൽ കൂടെ വാട്ടർ പാസ് ചെയ്യാറുണ്ട്. ഇത് ഇംബിബിഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ സെൽ വോളിൽ കൂടെ പാസ് ചെയ്യുന്ന ആ പാത്വേക്ക് അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്നും, പ്ലാസ്മോഡെസ്മേറ്റയിൽ കൂടെ പാസ് ചെയ്യുന്ന പാത്വേക്ക് സിംപ്ലാസ്റ്റ് പാത്വേ എന്നും പറയാം. Now let us see the structure of plasmodesmata. Plasmodesmata consists of a tubule in the middle called desmotubule. Desmotubule is covered by a layer of protoplasm. Plasmodesmata connect all cells to form a continuous system called symplast. Movement of material through plasmodesmata is called symplast pathway, whereas movement through cell wall is called അപ്പോപ്ലാസ്റ്റ് പാത്വേ. അപ്പോൾ പ്ലാസ്മോഡെസ്മേറ്റയുടെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ് പറയുന്നത്. പിറ്റിൽ കൂടെ പ്ലാസ്മോഡെസ്മേറ്റ പാസ് ചെയ്യുകയാണ്. പ്ലാസ്മോഡെസ്മേറ്റയുടെ നടുവിലൊരു ട്യൂബ്യൂളുണ്ട്, ഡെസ്മോട്യൂബ്യൂൾ. ഡെസ്മോട്യൂബ്യൂളിന് ചുറ്റും ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ കവറിംഗ് ഉണ്ട്. നമുക്ക് ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ER ഫോർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. This is cell 1 and this is cell 2. ഒന്നാമത്തെ സെല്ലും രണ്ടാമത്തെ സെല്ലും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് പ്ലാസ്മോഡെസ്മേറ്റ. ഇങ്ങനെ എല്ലാ സെല്ലുകളും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് സെൽസിൻ്റെ ഒരു എൻറ്റയർ സെൽസിനെ ഒരു നെറ്റ്വർക്കായിട്ട് മാറ്റും. പരസ്പരം കണക്ഷനുള്ള ഒരു നെറ്റ്വർക്ക്. Okay, this is all for today's class. Thank you all.